150 രൂപ കൊടുത്ത് കായലിൽ ചാടിയ കഥയാണിത്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. കുറെ പഴങ്ങളെല്ലാം കൂടി വെട്ടിക്കൂട്ടിയിട്ട് ഒരു സർവത്തും കുടിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഞങ്ങൾ 4 പേരടങ്ങുന്നതാണ് ഈ ഒരു യാത്ര. അമ്മയുടെ ടാറ്റയും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി 30 കിലോമീറ്ററോളം പിന്നിട്ടു. വീണ്ടും കുറെ മാത്രം സഞ്ചരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തേക്കാണ് ഈ ഒരു യാത്ര. കൊല്ലത്തുള്ള സാമ്പ്രാണിക്കുടി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവും, പലരും പോയിട്ടും ഉണ്ടാവും. ഞങ്ങളും അതുപോലെ തന്നെയാണ്. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഞങ്ങൾ അങ്ങനെ അവിടേക്ക് എത്തി. പാർക്കിംഗ് ഫീസ് 40 കൊടുത്ത് കാർ അവിടെ ഒതുക്കിയിട്ടു. സമയം ഉച്ചയ്ക്ക് ഒരു 2 മണിയെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അവിടെ കണ്ട ഒരു ചെറിയ വീട്ടിലേക്ക് പോയി. പുറമേ നോക്കുമ്പോൾ വീടാണെങ്കിലും ഇതിന്റെ ആകാൻ ചെറിയൊരു ഹോട്ടലാണ്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് കൂടെ ഒരു കാക്കയും ഉണ്ടായിരുന്നു. ഊണും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. നേരെ ആദ്യം കണ്ട ടിക്കറ്റ് കൗണ്ടർ കയറി ടിക്കറ്റ് എടുത്തു. കേരളത്തിലെ ആഴം കൂടിയ കായലുകളിലൊന്നായ അഷ്ടമുടി കായലാണ് ഈ കാണുന്നത്. ഇതിന്റെ മധ്യഭാഗത്താണ് ഞങ്ങൾ ഇന്ന് ഇറങ്ങാൻ പോകുന്നത്. ആദ്യം കിട്ടിയ ബോട്ടിൽ തന്നെ ഞങ്ങൾ എല്ലാവരും കയറി. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് വരുന്നത്. ഞാൻ ഇതുപോലെ ഒരു ബോട്ട് യാത്ര ചെയ്യുന്നത് വളരെ അപൂർവമായിട്ടാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. യാത്രക്കിടയിൽ വേറെ കുറെ ബോട്ടുകളും കാണാം. ബോട്ടിൽ കയറി 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ആ ദ്വീപിലേക്ക് എത്തി. എന്റെ കൂടെ ഉള്ള 3 പേരും ബോട്ടിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി. ആദ്യം തന്നെ കാണുന്ന ഇതൊക്കെയാണ്. കായലിന്റെ മധ്യഭാഗത്തുള്ള വെള്ളത്തിലുള്ള ചെറിയ ചെറിയ കടകൾ കണ്ടാണ് എന്റെ കണ്ണ് തള്ളിയത്. രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടേക്കുള്ള പ്രവേശന സമയം. പാൻസിന്റെ പോക്കറ്റിലുള്ള മൊബൈലും പേഴ്സും അവിടെ കണ്ട ഒരു കടയിൽ നിന്ന് ഒരു കവർ വാങ്ങി അതിലേക്ക് മാറ്റി. ഇവിടെ നിന്ന് എന്റെ മുട്ടോളം വെള്ളമുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിലൂടെ ഇങ്ങനെ നടക്കാം, നല്ല നല്ല ഫോട്ടോകൾ എടുക്കാം. എന്തുകൊണ്ട് ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണെന്ന് എനിക്ക് ഇവിടെ വന്നപ്പോഴേക്കും മനസ്സിലായി. ഇവിടെ നിന്ന് ചെറു വള്ളങ്ങളിൽ കയറിയിട്ട് ഒരാൾക്ക് 100 കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഐലൻഡുകളിലും പോവാം. ഇവിടെ വന്നിട്ട് വെള്ളം താഴ്ച്ചാലും വിശന്നാലും ആ കൊതിയൊക്കെ അങ്ങ് മാർക്കിട്ടായി മുളകിട്ട പൈനാപ്പിളും മാങ്കോയും ഒക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാനും അവിടെ നിന്ന് ഒരെണ്ണം വാങ്ങി കഴിച്ചു. ഇതൊക്കെയാണ് അഷ്ടമുടി കായലിന്റെ മധ്യഭാഗത്തുള്ള സാമ്പ്രാണിക്കൊടി എന്ന അത്ഭുത ദ്വീപ്. ഒട്ടും ബോറടിച്ചില്ല. സമയം കുറയായി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വീടെത്തുമ്പോഴേക്കും നല്ല ലേറ്റ് ആവും. ആദ്യം കിട്ടിയ ബോട്ടിൽ തന്നെ കയറി മറുകരയിലെത്തി. കരയിൽ നിന്ന് സാമ്പ്രാണിക്കൊടിയോട് ടാറ്റ പറയാം.